അവിടെ എല്ലാം വിളിച്ച് പോകല്ലോ. പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നാണ് പാർട്ടി അംഗങ്ങളുടെ മദ്യപാനം, പാർട്ടി പ്രവർത്തകരുടെ ബാർ നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. ശരിക്കും ഇക്കാര്യത്തിൽ ഒരു മാക്സിമം നിലപാടാണോ പാർട്ടി ഇപ്പോഴും സ്വീകരിക്കുന്നത്? അതെ, സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, മദ്യപിക്കുന്നവർ പാർട്ടിയിൽ തുടരില്ല, പാർട്ടി മെമ്പർമാർ മദ്യപിച്ചുകൂടാ. ആ ഭരണഘടനയിലുണ്ട്. ഞാനത് പണ്ട് പോലെ പ്രസംഗിക്കുന്നതാണ്. ഞാനിവിടെയൊക്കെ ഒരുപാട് പാർട്ടിയുടെ ചില പ്രധാന സഹാക്കൾ തന്നെ മദ്യപിക്കുന്നതായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാനിത് പേര് പറയാതെ പ്രസംഗിച്ചത്. അത് ഗോവിന്ദമാഷ് പാർട്ടി ഭരണഘടനയിൽ അങ്ങനെ ഉണ്ട്, അതെടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ബാറിൻ്റെ കാര്യമൊന്നും പാർട്ടി ഭരണഘടനയിലില്ല. ബാർ നടത്താം, പക്ഷെ മദ്യപിക്കരുതെന്നാണ് പാർട്ടി സെക്രട്ടറി. മദ്യപിക്കരുതെന്ന് ഭരണഘടനയിലുണ്ടെന്ന്, മദ്യപിക്കുന്നവരെ പുറത്താക്കണമെന്നുണ്ട്. അത് ഗോവിന്ദമാഷ് പറഞ്ഞു. ഞാനത് നേരത്തെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ബാർ നടത്തണോ വേണ്ട എന്നൊന്നും പാർട്ടി ഭരണഘടനയെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പാർട്ടിക്ക് തീരുമാനിക്കും. ഒരു ബാർ നടത്തുന്ന ആലപ്പുഴ ജില്ലയിൽ ആരാ ബാർ നടത്തുന്നത്? ആലപ്പുഴ ജില്ലയിൽ 40-45,000 പാർട്ടി മെമ്പേഴ്സില്ല. ബാർ നടത്തുന്ന ആരുണ്ട്? എൻ്റെ അറിവിൽ ആരുമില്ല. എൻ്റെ നേരിട്ട് അറിവിൽ പ്രധാനപ്പെട്ട ആരുമില്ല. എനിക്കറിയില്ല, കാര്യമായിട്ട് ആരുമില്ല. പിന്നെ ബാർ നടത്തുന്നത് എത്ര പേരുണ്ടാവും? അത് നടത്തണോ വേണ്ട എന്നൊക്കെ ഉള്ളത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത്. പാർട്ടി മെമ്പർമാർ മദ്യപിക്കാൻ പാടില്ല, അത് ഉറച്ചിരിക്കുകയാണ്. അത് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. നവകേരളത്തെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ പാർട്ടി സമ്മേളനം. അല്ല, പുതിയ കാഴ്ചപ്പാടല്ല. കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാണത്. ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്തിട്ടാണ് അത് അംഗീകരിച്ചത്. അത് എത്രമാത്രം നടപ്പിലാക്കി എന്നുള്ളത് അവരവിടെ പരിശോധിക്കുന്നുണ്ടാവും. അതിലെന്തെങ്കിലും കൂട്ടിച്ചർച്ചകളോ ഭേദഗതികളോ ഒക്കെ വേണമെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. അതിനല്ലേ അവിടെ ആളുകളെ അയച്ചിരിക്കുന്നത് കൊല്ലത്തേക്ക്. അവർ ചെയ്യട്ടെ, ഞാനല്ലല്ലോ ചെയ്യണ്ടേ. അല്ല, ഇങ്ങനെ ഒരു രേഖ ചർച്ച ചെയ്യുന്ന കാലത്ത് പലതരത്തിലൊരു നയവ്യതിയാനം പാർട്ടിക്ക് സംഭവിക്കുന്നില്ല. ഇപ്പൊ റോഡുകളിൽ ടോള് വരുന്നു, പാർട്ടിയുടെ ഒരു നയംമാറ്റം. അല്ല, നവകേരള സൃഷ്ടിക്കുള്ള രേഖ തയ്യാറാക്കുന്നതുകൊണ്ട് വ്യതിയാനം എങ്ങനെ അവർ? നവകേരളമല്ലേ ഉണ്ട്, പുതിയ പുതിയ കേരളം എന്നും പുതുക്കി പണിയുണ്ട്. അത് വ്യതിയാനം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ റോഡുകൾക്ക് യൂസർ ഫീ വരുന്നു, സ്വകാര്യ സർവകലാശാല വരുന്നു. അതേപ്പറ്റിയൊക്കെ പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതേപ്പറ്റി കൂടുതൽ പറയാനില്ല. എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തെടുത്ത തീരുമാനം. അതെ അതെ, ക്യാമ്പസ് ഒരു വെളിയിലല്ല, ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. നട്ടുച്ചക്കൊക്കെ കല്ലിങ്ങിന് മേലിരുന്ന് മദ്യപിക്കുന്നതാണ്. അതെ അതെ, ഇതെവിടെ നിന്ന് വരുന്നെന്ന് കണ്ടുപിടിക്കണം. ഇതെവിടെ നിന്നെങ്കിലും വരാതെ പറ്റുമോ? അതെവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്താ വിഷമം? പോലീസില്ലേ ഇവിടെ? രഹസ്യ പോലീസില്ലേ? ശക്തമായ യുവജന പ്രസ്ഥാനങ്ങളില്ലേ? അവരൊക്കെ ഉപയോഗിക്കണം. അവർ ആക്റ്റീവ് ആവണം. ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട അവരുടെ ജോലിയാണ്. അവിടെ പരിപാടികളുണ്ട്. യുവജന പ്രസ്ഥാനങ്ങളുടെ എല്ലാം പരിപാടിക്കകത്ത് മയക്കുമരുന്നിനെതിരെ പോരാടണമെന്നുണ്ട്. ഞങ്ങൾ KSYF കാലം പോലെ അതുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് പോരാടണം. നാട് ഉണരണം. ഉണരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും, വളരെ ചുരുങ്ങും.